ഞാൻ ബിന്ദു. എൻ്റെ യൂട്യൂബ് ചാനൽ ചില്ലി ജാസ്മിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേടുപിടിച്ച കറിവേപ്പിനെ പോലും പെട്ടെന്ന് എങ്ങനെ ബുഷിയാക്കി കാട് പോലെ വളർത്തിയെടുക്കാം എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും നല്ല പോലെ സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്ത് വെച്ച് വളർത്തിയാൽ മാത്രമേ കറിവേപ്പ് നന്നായി വളരുകയുമുള്ളൂ, അതുപോലെ നിറയെ ഇലകളും തരികയുള്ളൂ. കറിവേപ്പിൻ്റെ ചുവട്ടിലെ മണ്ണ് നല്ല ഇളക്കമുള്ളതായിരിക്കണം, എങ്കിലേ നമ്മുടെ കറിവേപ്പിന് നല്ലതുപോലെ വളർച്ച കിട്ടുകയുള്ളൂ. ഇതാണ് നമ്മുടെ കറിവേപ്പ്. ഇതൊരു ചെറിയ ചുവട് കറിവേപ്പാണ്, വലിയ കുഴപ്പമില്ലാതൊക്കെ വളർന്നു വരുന്നുണ്ട്. ഇതിനെയാണ് നമുക്കിന്ന് ശരിയാക്കി എടുക്കേണ്ടത്. അപ്പോൾ ഞാൻ അതിൻ്റെ ചുവട്ടിലെ മണ്ണ് നല്ലപോലെ ഒന്ന് കൊത്തി ഇളക്കമൊക്കെ ഉള്ള മണ്ണാണ്. അതുപോലെ കണ്ടോ, അപ്പോൾ അത് പോയില്ലേ ഏതായാലും. അപ്പം ഞാൻ ഇതേപോലെ ഇതിൻ്റെ മണ്ണിനെ നല്ലവണ്ണം കൊത്തി ഇളക്കി എടുത്തിട്ടുണ്ട്. ഈ മണ്ണ് നമ്മൾ കുറച്ച് കറിവേപ്പിൻ്റെ ചുവട്ടിലോട്ട് കൂട്ടി കൊടുക്കുവാണേ. കണ്ടോ, ഇതൊക്കെ കണ്ടോ, ഇതുപോലെ ചുവട്ടിൽ വളർന്നു വരുന്നതാണേ. ഇതിനെയൊക്കെ നമുക്ക് പുതിയ തൈകളാക്കി മാറ്റിയെടുക്കാം. ഇതുപോലെ നമ്മൾ ചുവട് നല്ലോണം ഇളക്കിയതിന് ശേഷം ഏതെങ്കിലും ജൈവവളം, ഇപ്പോൾ ചാണകപ്പൊടിയോ അങ്ങനെ എന്തെങ്കിലും ജൈവവളം, ഇപ്പോൾ ഇത് ഒരു പച്ചക്കറി വളമാണേ. ഇങ്ങനെ നമ്മൾ എന്തെങ്കിലും ഒരു ജൈവവളം ഇതിൻ്റെ ചുവട്ടിൽ ഇട്ട് കൊടുക്കണം. കാടൊക്കെ ഉണ്ടെങ്കിലേ ഈ കളകൾ ചുറ്റുമുള്ളതിനെ പറ്റുന്നത്രയും നമ്മൾ പറിച്ചു മാറ്റണം. ഇപ്പോൾ പറമ്പിലൊക്കെ നടുമ്പം എങ്ങനെ നോക്കിയെന്ന് പറഞ്ഞാലും കളകളൊക്കെ വരും. കറിവേപ്പിന് എപ്പോഴും പുളിപ്പിച്ച വളങ്ങളാണ് നല്ലത്. കറിവേപ്പിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു വളമാണ് നമ്മളിന്ന് കൊടുക്കുന്നത്. അപ്പം ഞാൻ ഈ പാത്രത്തിനകത്ത് കണ്ടോ വളം നല്ലപോലെ പുളിപ്പിച്ച് വെച്ചിരിക്കുവാണേ. ഈ വളം എന്ന് പറയുന്നത് എന്നാണെന്നറിയോ? കടലപ്പിണ്ണാക്ക് വെള്ളത്തിനകത്തിട്ട് പുളിപ്പിച്ച് വെച്ചിരിക്കുന്ന വളമാണേ. കണ്ടോ, ഇതുപോലെ ഞാൻ അങ്ങോട്ട് ഇളക്കി കൊടുത്തിട്ട്, എന്നോട് പല ആൾക്കാരും പറയും നമ്മളിതുപോലെ ജൈവ സ്ലറി ഉണ്ടാക്കാൻ കൂട്ടി വെച്ചിട്ട് അതിനകത്ത് പുഴു ഉണ്ടാകുന്നുണ്ടെന്ന് പറയും. ഇതിനകത്ത് നിങ്ങൾക്ക് നോക്കിയാലറിയാം, ഒരു പുഴു പോലും ഇല്ല. കാരണം ഇത് നമ്മൾ ഏറെ വെള്ളത്തിനകത്താണ് വെച്ചിരിക്കുന്നത്. നമ്മൾ എല്ലുപൊടിയും വേപ്പിൻ പിണ്ണാക്കും കടലപ്പിണ്ണാക്കും ഇടുമ്പോൾ അതെല്ലാം വെള്ളം വലിച്ചെടുക്കുന്നതാണ്. അപ്പോൾ നമ്മൾ കടലപ്പിണ്ണാക്കൊക്കെ ഇട്ടിട്ട് അതിൻ്റെ ഒരേ അളവിൽ തന്നെ വെള്ളം ഒഴിച്ചു വെച്ചിരുന്നാൽ ഇവർ വെള്ളം എല്ലാം വലിച്ചെടുത്ത് കഴിയുമ്പം അതിൻ്റെ ഉപരിതലത്തിൽ പിന്നെ വെള്ളം കാണത്തില്ല. അതുകൊണ്ടാണ് ആ അവസരത്തിൽ പുഴു ഉണ്ടാകുന്നത്. നല്ല പോലെ, അതായത് 1 കിലോ വളം നമ്മളിടുമ്പം അതിൻ്റെ മുകളിലോട്ടൊരു മിനിമം 15 ലിറ്ററെങ്കിലും വെള്ളം ഒഴിച്ചോണം. ഒരു പുഴുവിൻ്റെ ശല്യം ഉണ്ടാകത്തില്ല. അപ്പം ഇതേപോലെ എടുത്തിരിക്കുന്ന വളത്തിൻ്റെ 1 കപ്പ് ഞാനിങ്ങോട്ട് എടുത്തിരിക്കുവാണേ. ഇതിനകത്തോട്ട് ഒഴിച്ചു. നമുക്കിത് അടച്ചു വെച്ചേക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിനെ നല്ല പോലെ നേർപ്പിച്ചെടുക്കുക. അത് ഒരു 3 ഇരട്ടിയോ 4 ഇരട്ടിയോ 5 ഇരട്ടിയോ വരെ വെള്ളം ചേർക്കാം. എത്ര വെള്ളം ആയാലും കുഴപ്പമില്ല. നമ്മൾ ആ ചെടിയുടെ ചുവട്ടിലോട്ട് തന്നെയല്ലേ ഇത് മുഴുവൻ ഒഴിക്കാൻ പോകുന്നത്. അപ്പോൾ എപ്പോഴും ഏറ്റവും നേർപ്പിച്ചൊഴിക്കുന്നതാണ് നല്ലത്. ഇനി നമുക്ക് ഇത് ചെടിയുടെ ചുവട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കണ്ടോ, അപ്പം നമ്മൾ ആ ഒരു തടം പോലെ എടുത്തിരിക്കുന്നത് കൊണ്ട് വെള്ളം ഒട്ടും ദൂരേക്ക് ഒഴുകി പോകത്തുമില്ല. ഇങ്ങനെ കിട്ടും. കണ്ടോ, ഇനി നമുക്ക് ഇത് കുറച്ച് പൊതയിടുവാണേ. അപ്പം ഞാൻ പൊതയിട്ട് കൊടുക്കാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ശീമക്കൊന്നയുടെ ഇലകളാണേ. അപ്പോൾ ശീമക്കൊന്നയുടെ ഇലകളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതൊരു പുത മാത്രമല്ല, നല്ല പോലെ നൈട്രജൻ അടങ്ങിയിട്ടുള്ള ഒരു പച്ചിലയാണ് ശീമക്കൊന്നയുടെ ഇല. അപ്പം നമ്മൾ അതും കൂടെ ഇട്ട് കൊടുത്തു. ഇനി കുറച്ച് മണ്ണിനെ നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് വെട്ടിക്കോരി ഇട്ട് കൊടുക്കണം. കണ്ടോ, അപ്പോൾ ഇവിടെ ഈ കറിവേപ്പിൻ്റെ തൈ നിൽക്കുന്ന കാരണം നമുക്കങ്ങനെ കളയണ്ട. നമുക്ക് അതിനൊരു ഇതുപോലെ സെപ്പറേറ്റ് ആയിട്ട് വളർത്തി എടുക്കാം. ഇനി നമുക്കിതിനെ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ഒരു പൊക്കം കുറച്ച് നിർത്തണം. അപ്പോൾ പൊക്കം കുറച്ച് നിർത്താൻ ഇതൊക്കെ ഈ കമ്പുകളൊക്കെ കണ്ടോ കുറച്ച് മുകളിലേക്ക് ഉയർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കതിനെ അങ്ങ് മുറിച്ച് മാറ്റാം. ഇങ്ങനെ മുറിച്ച് മാറ്റുമ്പോൾ ഇതിനകത്തെ ഇലകൾ കണ്ടോ, ഈ ഇലകളെല്ലാം നമ്മൾ ഇതേപോലെ അടത്തിയെടുത്ത് വാഴയിലക്കകത്ത് പൊതിഞ്ഞ് ഫ്രിഡ്ജിനകത്ത് സൂക്ഷിച്ച ഫ്രഷായിട്ട് കുറേ നാളുകൾ നമുക്ക് ഈ ഇലകൾ ഉപയോഗിക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇലകൾ ഊരിയിട്ടിട്ട് നല്ല അടപ്പുള്ള പാത്രത്തിനകത്തിട്ട് ഫ്രിഡ്ജിനകത്ത് വെച്ചാലും നമുക്ക് നല്ല ഫ്രഷായിട്ട് കുറേ നാൾ ഇത് തീരുന്നിടം വരെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. നമ്മൾ ഇതുപോലെ കറിവേപ്പിന് വളം ഇട്ട് കൊടുക്കുന്നത്
ഒരു 3 ആഴ്ച കൂടുമ്പോൾ അല്ലെങ്കിൽ മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ചെയ്യണം. ഇതുപോലെ മണ്ണിൽ വളർത്തുന്ന, നമ്മൾ പറമ്പിലൊക്കെ വളർത്തുന്ന ചെടിയാണെങ്കിൽ ഇങ്ങനെ ചെയ്തു കൊടുത്താൽ മതി. ഗ്രോ ബാഗുകൾക്കകത്തും പാത്രങ്ങൾക്കകത്തും വളർത്തുകയാണെങ്കിൽ ഒരു 2 ആഴ്ച കൂടുമ്പോഴെങ്കിലും കൃത്യമായി നമ്മൾ വളം ചെയ്തു കൊടുക്കണം. എങ്കിലേ കറിവേപ്പിന് നല്ല വളർച്ച കിട്ടത്തുള്ളൂ. ഇനി ഇത് മാത്രമല്ല, നമ്മൾ എന്തൊക്കെ വളം കൊടുത്തെന്ന് പറഞ്ഞാലും ഇലകളിൽ പലതരത്തിലുള്ള കീടങ്ങളുടെ ആക്രമണം ഉണ്ടാകും, പലതരത്തിലുള്ള രോഗങ്ങളൊക്കെ പിടിക്കുന്ന ഒരു ചെടിയാണ് കറിവേപ്പ്. അപ്പം നമ്മൾ നമ്മുടെ അടുക്കളത്തോട്ടത്തിലൊക്കെ കറിവേപ്പ് വളർത്തുമ്പം അത്യാവശ്യം കീടനാശിനികളെ ഒഴിവാക്കാൻ പറ്റുന്ന ഒരു കിടിലൻ പരിപാടിയാണ്. ഇത് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഫിഷ് അമിനോ ആസിഡാണ്. ഫിഷ് അമിനോ ആസിഡ് എന്ന് പറയുമ്പോൾ നല്ലതുപോലെ നൈട്രജൻ അടങ്ങിയിട്ടുള്ള ഒരു വളമാണ് ഫിഷ് അമിനോ ആസിഡ്. അപ്പം നമ്മൾ കുറച്ച് നാൾ മുമ്പ്, എനിക്ക് തോന്നുന്നു ഒരു വർഷത്തിൽ കൂടുതലായതായി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ട്. കണ്ടോ, ഇതിനകത്തുനിന്ന് ഇതേ ഞാനൊരു കണ്ടോ ഒരു 5 മില്ലിയോളം ഈ പാത്രത്തിനകത്തോട്ട് എടുത്തൊഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്ത് വെള്ളം ഒഴിച്ചിട്ട് വരാം. നല്ലോണം നേർപ്പിച്ചെടുക്കാം. നമ്മൾ സാധാരണ 3 മില്ലിയൊക്കെ എടുക്കുന്നത് 1 ലിറ്ററിലാണ്. അപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ കുറച്ചധികം വെള്ളം ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു വളമായും കീടനാശിനിയായും നമ്മൾ ഫിഷ് അമിനോ ആസിഡിനെ ഇതുപോലെ എല്ലാ ഇലകളിലും വീഴത്തക്ക രീതിയിൽ, ഇലയിലും കമ്പിലും ഒക്കെ വീഴാം. മാത്രമല്ല അത് ചുവട്ടിലോട്ട് വീണ് കിട്ടിയാലും നല്ല വളം തന്നെയാണ്. അങ്ങനെ നമ്മൾ ഈ ഫിഷ് അമിനോ ആസിഡ് കൊടുക്കുകയാണെങ്കിൽ കറിവേപ്പ് നല്ല പോലെ തഴച്ചു വളരും. കറിവേപ്പിന് നമ്മൾ വെള്ളം നല്ലോണം കൊടുക്കേണ്ടുന്ന ഒരു ചെടിയാണ്. കറിവേപ്പിന് വെള്ളം കൊടുക്കുമ്പം ഇതുപോലെ നിലത്താണ് വളർത്തുന്നതെങ്കിൽ ഒരു 2-3 ദിവസം കൂടുമ്പോഴെങ്കിലും വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അതേസമയം നമ്മൾ ഗ്രോ ബാഗിനകത്തൊക്കെ വളർത്തുന്ന അവസരത്തിൽ എല്ലാ ദിവസവും നമ്മൾ കറിവേപ്പിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. പക്ഷേ വെള്ളം ഒരു കാരണവശാലും ചുവട്ടിൽ കെട്ടി നിൽക്കാതെ നോക്കണം. കെട്ടി നിന്ന് കഴിഞ്ഞാൽ ഇലകളെല്ലാം മഞ്ഞ കളറാകുകയും പഴുത്ത് കൊഴിഞ്ഞു പോവുകയും ചെടിയുടെ വേരുകൾ അഴുകി നശിച്ചു പോവുകയും ഒക്കെ ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ കറിവേപ്പില ആദ്യമേ എടുത്തു. ഇനി നമുക്കൊരു കുറച്ച് സാധനം പറിച്ചെടുക്കാനുണ്ട്, പോയി കണ്ടിട്ട് വരാം. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം ചുവട് പിടിപ്പിച്ച, നമ്മൾ ഒരുമിച്ച് ചെയ്തതാണെന്ന് എനിക്ക് തോന്നുന്നത്, നമ്മൾ നട്ടുപിടിപ്പിച്ചിരിക്കുന്ന ഒരു നിത്യവഴുതനയാണേ. കണ്ടോ, നിറയെ കായ്കളുണ്ടായി തുടങ്ങി. കണ്ടോ, ഇതേപോലെ നീളമുള്ള നിത്യവഴുതനയുടെ കായ്കളാണ്. ഈ നീളമുള്ള നിത്യവഴുതനയുടെ വിത്തുകളാണ് ഞാൻ നിങ്ങൾക്ക് നിത്യവഴുതന ചോദിക്കുമ്പം അയച്ചു തരുന്നത്. അപ്പോൾ നമുക്ക് ഇതൊന്ന് കുറച്ചെണ്ണം ഉള്ളൂ, അത് നമുക്കൊന്ന് വിളവെടുത്തേക്കാം. അപ്പോൾ ഇതിനകത്തേക്ക് തന്നെ ഇടുന്നത് കൊണ്ട് അതിൻ്റെ അളവൊന്നും കാണാൻ പറ്റത്തില്ല. ഈ രൂപത്തിൽ, ഇത്രയും നീളമുള്ള വഴുതന തന്നെ നമ്മൾ ഈ രൂപത്തിലാണ് എടുക്കുന്നതെങ്കിൽ ഈ ഭാഗം ഉൾപ്പെടെ അരിഞ്ഞ് നമുക്ക് കറി വയ്ക്കാം. കുറച്ച് മൂത്ത് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ വിത്തുകൾ അങ്ങോട്ട് അടത്തി കളഞ്ഞേക്കണം. പക്ഷേ അന്നേരവും അതിൻ്റെ ചുവട് ഭാഗം നമുക്ക് എടുക്കാനായിട്ട് പറ്റും. ഇതുപോലെ കിടക്കുന്നത് കണ്ടോ, ഇഷ്ടം പോലെ മുട്ടിനുണ്ടാകുന്നുണ്ട്. ഞാനിപ്പോൾ ഇതിനി വിളവെടുക്കുന്നില്ല. നമ്മുടെ റോബസ്റ്റ കണ്ടോ വിളവെടുക്കാറായിട്ടുണ്ട്. നല്ലോണം കായൊക്കെ ഉരുണ്ട് തുടങ്ങി. ഈ ഇലകൾ ഇങ്ങനെ പഴുത്ത് വരുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്ന, ഉണങ്ങി വരുമ്പം ഇത് വിളവെടുക്കാറായി. മാത്രമല്ല അതിൻ്റെ കായ്കൾ നല്ല ഉരുളിമയും വരും. ആർക്കെങ്കിലും വേണമെങ്കിൽ പറഞ്ഞേക്കണം, തരാം ഞാൻ. ഇന്ന് നമുക്കൊരു റൊളീനിയ വിളവെടുക്കാനുണ്ടേ. ഞാൻ ഇവിടെ ഇങ്ങനെ ഇതിനെ കെട്ടിയിട്ടിരിക്കുവാണ്. അല്ലെ വാവലിൻ്റെയൊക്കെ ശല്യമുണ്ട്. കണ്ടോ, നല്ല പഴമാണ്. കത്രിക വേണ്ടി വരുമോ? നല്ല സൂപ്പറായിട്ട് പഴുത്ത് കിടക്കുക. ഇതാണ് നമ്മൾ അന്ന് വെട്ടിക്കളഞ്ഞ കറിവേപ്പ് നല്ലോണം വളർന്ന് നിൽക്കുന്നത്. പിന്നെ ഇത് കണ്ടോ, നല്ല ഒരിനം മുളകാണേ. നല്ല വലിപ്പവും വരും, ഇഷ്ടം പോലെ ഉണ്ടാകുകയും ചെയ്യും. വേറൊരിനം കാണിച്ചു തരാവേ. കണ്ടോ, അതിൻ്റെ അത്രയും വെളുപ്പ് നിറമില്ല, വലിപ്പവുമില്ല. ഇത് വേറൊരിനം കാന്താരിയാണേ. ഇത് കണ്ടോ, ഇത് വേറൊരിനം കാന്താരിയാണ്. ചെറിയ വയലറ്റും കൂടെ ചേർന്നിട്ടുണ്ട്. നമ്മുടെ പണ്ടത്തെ പച്ചക്കാന്താരി പോലെ തന്നെ ഇരിക്കുന്നതാണ്, പക്ഷേ ഈ കളറിന് മാറ്റമുണ്ട്. നമ്മുടെ താമരയുടെ ട്യൂബർ എടുത്തതുണ്ടല്ലോ, എല്ലാം കിളുത്ത് കിടക്കുവാണേ. ശരിക്കും പറഞ്ഞാൽ അത് ഞാൻ മണ്ണിനകത്തുനിന്ന് എടുത്തപ്പോൾ ഞാൻ വിചാരിച്ചത് ഇതൊന്നും കിളുത്ത് കാണത്തില്ല. ഞാൻ പറഞ്ഞായിരുന്നു അന്നേരം, എനിക്ക് വിശ്വാസമില്ല, നിങ്ങൾക്കിത് തരാമെന്ന് പറഞ്ഞായിരുന്നു. എല്ലാം കിളുത്ത് കിടക്കുവാണേ. കാണിക്കാം. ഇത് കണ്ടോ, എല്ലാ തണ്ടുകളും തന്നെ നല്ലോണം കിളുത്ത് കിടക്കുക. കണ്ടോ, ഇതുപോലെ കിളുത്ത് കിടക്കുവാണ്. ആ വെള്ളത്തിൽ തന്നെ കിടന്നാൽ മതി, അതവിടെ കിടന്നോളും. നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുത്തിട്ട് നട്ടുപിടിപ്പിക്കാനായിട്ട് പറ്റും. ഞാൻ നട്ടുപിടിപ്പിച്ചിരിക്കുന്ന കാണിക്കാവേ. ഇത് കണ്ടോ, ഞാൻ അന്ന് നട്ടുപിടിപ്പിച്ചത് ഇവിടെയൊക്കെ നിറയെ കുഞ്ഞിലകളായേ. ഇനി നമ്മൾ ഇവർക്ക് വളം കൊടുത്താൽ മതി, ഒരു 3 മാസത്തിനുള്ളിൽ തന്നെ അവർ പൂവിടും. കണ്ടോ, താമരയുടെ ട്യൂബർ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ
ഇന്ന് തന്നെ മെസ്സേജ് ഇടണം. താമര എന്ന് എഴുതിയിട്ട് തന്നെ ഇടണം. എന്നാലേ നമുക്കത് നോക്കിയിട്ട് ഇന്ന് തന്നെ നമുക്കത് അയച്ചു തരാൻ, ഇന്നല്ലെങ്കിൽ നാളെ രാവിലെ. കുറച്ച് സാധനങ്ങൾ വിളവെടുക്കാനുണ്ട്, നമുക്കതും കൂടെ ഒന്ന് എടുത്തിട്ട് പോകാം. ഈ പടവലങ്ങ ഉണ്ടോ, ഇതേപോലെയുള്ള പടവലത്തിൻ്റെ വിത്ത് നമുക്ക് കിട്ടാനുണ്ട്. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇന്ന് തന്നെ മെസ്സേജ് ഇട്ടേക്കണേ. ഇതൊരു ചെറിയ പാവയ്ക്ക പറിക്കാനുണ്ട്, ഇത് നമുക്ക് പറിച്ചെടുത്തേക്കാവേ. ഉണ്ടോ, ഒട്ടും വിളഞ്ഞൊന്നും പോയിട്ടില്ല. ഞാൻ ഇത് ഞെക്കുമ്പോൾ നിങ്ങൾക്ക് താഴ്ന്ന കണ്ടാൽ മനസ്സിലാകും. കണ്ടോ, വിളഞ്ഞൊന്നും പോയിട്ടില്ല. കുറ്റിക്കുരുമുളക് ഉണ്ടായി നിൽക്കുന്നുണ്ടോ? ഇതുപോലെ കുറ്റിക്കുരുമുളക് ഉണ്ടാകാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ ഇതിന് മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ട്. അറിയാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം. ഈ പീച്ചിലും കൂടെ നമുക്ക് പറിച്ചെടുക്കാവേ. ഈ ഒരു പടവലങ്ങയും കൂടെ. ഇതാണ് കണ്ടോ, ഓസ്ട്രേലിയൻ ബീച്ച് ചെറി എന്ന് പറയുന്ന ചെറിയാണേ. നല്ല മധുരമുണ്ട്. ഇതാ ഇതിൻ്റെ വിത്ത് കണ്ടോ, ഇതിട്ടാൽ മതി, തൈ ഉണ്ടായിക്കോളും. നമ്മളിതിവിടെ നിർത്തിയിട്ട് പോയാൽ ഒന്നുപോലും കിട്ടത്തില്ല, കിളി കൊണ്ടുപോകും. അപ്പം ഞാൻ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്, പറിച്ചെടുക്കുവാണേ. അതേ ഈ ഒരു നാരങ്ങയും കൂടെ പറിച്ചുകൊണ്ട് പോകാം. കണ്ടോ, നല്ല സൂപ്പർ നാരങ്ങയാണ്. ഇത് പറിച്ചുകൊണ്ട് വെച്ചാലും പഴുക്കും. ഒരേപോലെ നമ്മളൊക്കെ വിളവെടുക്കാനാണെങ്കിൽ നമുക്ക് ഇതും പറിച്ചെടുക്കാനായിട്ട് പറ്റും. ഇത് ഇഷ്ടം പോലെ ഉണ്ടാകുന്നുണ്ട്. കണ്ടോ, ഇത് ഇവിടെ ഒക്കെ ഉണ്ട്. കുറച്ചും കൂടെ വലുതായതുണ്ട്, കുറച്ചും കൂടെ വലുതായത് അപ്പുറത്തുണ്ട്. നമ്മുടെ ആവശ്യത്തിന് എന്നും നാരങ്ങ കിട്ടാൻ ഇതേപോലൊരു ചെറിയ ചെറുനാരകം വാങ്ങിച്ച് വളർത്തിയാൽ മതി. കറിവേപ്പ് വളർത്തുന്നവർക്ക് പെട്ടെന്ന് നിറയെ വളർത്തിയെടുക്കാനുള്ള ടിപ്സാണ് ഞാനിന്ന് പറഞ്ഞു തന്നത്. കറിവേപ്പ് വളർത്തുന്നവരൊക്കെ ഇതൊന്ന് ചെയ്തു നോക്കണം. ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായില്ലേ? ഇതേപോലെ ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം.